I invite the leaders of IMA Kannur to present walking the president and state leaders. Thank you. Thank you. With your permission, may I go the presidential medallion of the state president. Is it silent, right? Please be seated. Next is flag salutation by secretary. We, the members of Indian Medical Association, stand here to salute our national flag. Its honor and glory shall be our light and strength, and its court shall be our force. We pledge our allegiance to it and realizing our responsibilities as accredited members of this national organization. We swear we will dedicate everything in our power to see it fly high in the Committee of Nations. Jai Hind. Now I invite the state president to speak a few words. President of Kannur branch of IMA, Dr. Suresh, State Secretary Dr. Joseph Benavan, State Vice President Dr. Surendra Babu, District Committee Chairman Dr. Lalit, Past President of IMA Kannur State Branch Mohammed Sir, Convener of District Dr. Madhavan, Gangadhar Sir, Narendran, senior colleagues, dear friends. Indian Medical Association ഭാരവാഹികൾ എല്ലാ വർഷവും ഒരു യാത്ര നടത്താറുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്ര. മുൻകാലങ്ങളിൽ യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇത്തവണ എല്ലാ ബ്രാഞ്ചുകളും വിസിറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ബ്രാഞ്ചുകളെയും ശാക്തീകരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് 9ാമത്തെ ബ്രാഞ്ചിലെത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇതിന്റെ പ്രാധാന്യം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന നമ്മളുടെ മോഡേൺ മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരെയും ഉൾക്കൊള്ളാൻ തയ്യാറുള്ള എല്ലാവരെയും ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള സംഘടനയാണ്. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഒരുപാട് പ്രയാസങ്ങൾ
നമ്മളുടെ വെല്ലുവിളികൾ നമ്മളുടെ സംഘടന നേരിട്ടുകൊണ്ടിരിക്കുന്നു. സംഘടന മാത്രമല്ല, പ്രൊഫഷനാണ് ശരിയായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം അറിയാവുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ മെമ്പർമാർക്ക് വേണ്ടി ചെയ്യുന്ന സംഘടന എന്ന നിലയിൽ 35,000-ലധികം ഡോക്ടർമാരെ ഉൾക്കൊള്ളുന്ന സംഘടന എന്ന നിലയിൽ തീർച്ചയായിട്ടും സംഘടനയ്ക്ക് ഓരോ മെമ്പർമാരുടെ പ്രൊഫഷനോടും ഓരോ മെമ്പർമാരുടെ കുടുംബത്തോടും ചില കടപ്പാടുകൾ. അത് നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സ്കീമുകളെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്കീമുകളാണ് പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീം. പ്രൊഫഷണൽ പ്രൊട്ടക്ഷൻ സ്കീമിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് തൊഴിൽപരമായ വിഷയമുണ്ടായാൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ടും ലീഗലായിട്ട് നേരിടുന്നതിനുമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ള തീർച്ചയായിട്ടും അതിന്റെ മുൻ മേധാവി എന്ന നിലയിൽ മുഹമ്മദ് സാറിന് പ്രാധാന്യം കൂടുതലായി പറയേണ്ട കാര്യം. അതുപോലെ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വീട്ടിലൊരു മരണം, ഒരു മെമ്പർക്ക് ഒരു മരണം ഉണ്ടായാൽ ആ കുടുംബം ഒരു കാരണവശാലും സാമ്പത്തികമായി പരാജയപ്പെടാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടുകൂടി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം 1, 2, 3 ഇതിൽ 3 മെമ്പർമാരായിട്ടുള്ള ഒരു അംഗത്തിന്റെ കുടുംബത്തിന് 1 കോടി രൂപ 2 ആഴ്ചയ്ക്കുള്ളിൽ ആ കുടുംബത്തിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ള നമ്മുടെ സ്കീമുകളാണ്. അതേപോലെ തന്നെ ഹെൽത്ത് സ്കീമിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം 90-80 വയസ്സിന് താഴെയുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകി അവരുടെ ആരോഗ്യ സംരക്ഷണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സ്കീമാണ് ഹെൽത്ത് സ്കീം. അതുപോലെ തന്നെ ഒരു ഡിസബിലിറ്റി പെർമനന്റ് ടെമ്പററി അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ മെമ്പർമാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊഫഷണൽ ഡിസബിലിറ്റി സപ്പോർട്ട് സ്കീം. ഇത്തരത്തിലുള്ള ഒരുപാട് സ്കീമുകൾ നമ്മൾ മെമ്പർമാരെ സഹായിക്കുന്നതിനായിട്ടും നമ്മുടെ പ്രൊഫഷനെ സഹായിക്കുന്നതിനായിട്ടും നമ്മുടെ മെമ്പർമാരുടെ കുടുംബത്തെ സഹായിക്കുന്നതിനായിട്ടും ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് സംസാരിക്കാനല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എല്ലാം അറിയാവുന്ന പോലെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടി അതിന് പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് സമൂഹം. ഇന്ന് ഡോക്ടർമാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഡോക്ടർമാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ ദൈനംദിനം എന്നോളം ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നേഴ്സുമാർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഹോസ്പിറ്റൽ ആക്രമിക്കപ്പെട്ടു. പക്ഷെ വനിതകൾ ആക്രമിക്കപ്പെടുമ്പോൾ പോലും, ഒരു വനിതാ ഡോക്ടർ മൃഗീയമായി ആക്രമിക്കപ്പെടുമ്പോൾ പോലും തീർച്ചയായിട്ടും നമുക്ക് നീതി ലഭിക്കുന്നില്ല. നമ്മുടെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ ഇടപെടുന്നു. ഡോക്ടർമാരെ സമയത്തുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ സംഗതി ഉണ്ടാകുന്നില്ല. നമുക്കെല്ലാം അറിയാം. ഡോക്ടർമാരെ വെച്ച് വേറെ ഒരാളെ ഇന്ന് കേരളത്തില് ആരെങ്കിലും കൈവെക്കാൻ തയ്യാറാകുകയില്ല, ധൈര്യപ്പെടുകയില്ല. കാരണം തിരിച്ചടികൾ ഉണ്ടാകുന്നത് വ്യക്തമായിട്ട് അവർക്കറിയാം. പക്ഷെ ഡോക്ടർമാരെയോ ആശുപത്രികൾ ആക്രമിച്ചാൽ യാതൊരു വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നില്ല. അവരെ പേര് നടപടിയെടുക്കാൻ പോലീസ് വിമുഖത കാണിക്കുന്നു. കോടതികൾ അവരെ ശിക്ഷിക്കാൻ വേണ്ട രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടും. ആക്രമിക്കപ്പെടുന്ന ഡോക്ടർമാർ അവർക്ക് നീതി ലഭിക്കും. ഈ വ്യവസ്ഥയിൽ മാറ്റം വരാൻ, സമൂലമായ മാറ്റം വരാൻ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഈ കാഴ്ചപ്പാടിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളരെ പ്രാധാന്യത്തോടുകൂടി ഇക്കൊല്ലം ഈ വെല്ലുവിളിയെ ശക്തമായ നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പോടുകൂടി മുമ്പോട്ട് പോകുന്നത്. സംസ്ഥാന തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ആക്ട് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ ഏത് ആക്രമണങ്ങൾ ഉണ്ടായാലും ആ വെല്ലുവിളിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. ആക്ട് ഫോഴ്സിന്റെ ഗൈഡ് ലൈൻസ് തയ്യാറാണ്. ആ ഗൈഡ് ലൈൻസ് താമസിയാതെ തന്നെ എല്ലാ ജില്ലാതലത്തിലും എല്ലാ ബ്രാഞ്ച് തലത്തിലും ജില്ലാ തലത്തിൽ നമുക്ക് സമിതികൾ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. ആക്ട് ഫോഴ്സ് സമിതികൾ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. എവിടെ ആക്രമണങ്ങൾ ഉണ്ടായാലും ശക്തമായ രീതിയിൽ നേരിടുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് സമരങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതിനുള്ള കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ. ഇതിവിടെ അവസാനിക്കുന്നില്ല. നമ്മള് ഇന്ന് മിനിഞ്ഞാന്ന് ആരംഭിച്ച യാത്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മളുടെ ഈ തരംഗം യാത്രയിൽ നമ്മൾ 14 ജില്ലകളിലും പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയാണ്. ഡോക്ടർമാർ ഇനി ആക്രമിക്കപ്പെട്ടാൽ പൊതുജന സമൂഹത്തിന് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്, പോലീസിന് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്. തീർച്ചയായിട്ടും ശക്തമായ നടപടികളുമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുമ്പോട്ട് പോകും. സമര പരിപാടികൾ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അത് ഗവൺമെന്റിനുള്ളതായിരിക്കും. ആ മെസ്സേജ് നമ്മൾ എല്ലായിടത്തും കൺവേ ചെയ്യുകയാണ്, നമ്മൾ മുൻകൂട്ടി അറിയിക്കുകയാണ്. സർക്കാർ പരാജയപ്പെടുന്നിടത്ത് സർക്കാർ ഇതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈ ആരോഗ്യ മേഖലയെ, ആശുപത്രികളെ സംരക്ഷിത മേഖലകളായിട്ട്, സുരക്ഷിത മേഖലകളായിട്ട് പ്രഖ്യാപിച്ച് ഡോക്ടർമാർക്കും സ്റ്റാഫിനും ആശുപത്രി ജീവനക്കാർക്കും സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. അത്തരത്തിലുള്ള സംരക്ഷണം ഒരുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പരാജയം.
അടികൊണ്ടുകൊണ്ട് ജോലി ചെയ്യാൻ ഡോക്ടർമാരെ കിട്ടില്ല. ഇതാണ് നമ്മളുടെ നയം. ഈ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രസ് കോൺഫറൻസ് നടത്തുന്നതോടൊപ്പം നമ്മളെ കഴിഞ്ഞ 2 മാസം പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു എല്ലാ ജില്ലകളിലും. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം, അതാണ് അതിന്റെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ നമ്മുടെ നിയമസഭാ സാമാജികരെ കണ്ടിട്ട് അവരോടും പറയുക, തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ തടസ്സം നിൽക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ, വേണ്ട രീതിയിൽ നടപടികൾ പോലീസിന് ഉണ്ടാകുന്നില്ല. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്താൽ കാലതാമസം വരുത്തിക്കൊണ്ട് അവർ മുൻകൂർ ജാമ്യം എടുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് പോലീസ്. നമ്മൾ നിയമസഭാ സാമാജികരോട് പറഞ്ഞാണ് അവിടെ നിയമമാണ് ആശുപത്രികളെ സംരക്ഷിത മേഖലകളാക്കിയിട്ടാണ്. തീർച്ചയായിട്ടും അറിയാം, അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള യാത്രയുടെ ഒരു ഭാഗമാണ് ഈ യാത്ര. അതോടൊപ്പം തന്നെ മറ്റനേകം വെല്ലുവിളികൾ നേരിടുന്നത് നമുക്കെല്ലാം അറിയാം. ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ തൊഴിലില്ലായ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമൂഹമായി ഡോക്ടർമാർ മാറി. കേരളത്തിന് പുറത്തും ഉള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് 95,000 ഡോക്ടർമാർ ഓരോ വർഷം അറിയിക്കും. നമുക്കെല്ലാം അറിയാം, ആരോഗ്യ മേഖല, സർക്കാർ മേഖല ഇന്ന് ഡോക്ടർമാർക്ക് ഇനി വേക്കൻസികൾ ഇല്ലാത്ത മേഖലയാണ്. കാരണം അവിടെ വേക്കൻസികൾ ഇല്ല. സ്വകാര്യ മേഖല പൂർണ്ണമായും സാക്ഷരത ഉണ്ടായിക്കഴിഞ്ഞു. പുതുതായിട്ടുള്ള ഡോക്ടർമാരെ എങ്ങനെ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും? അതിന്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും തൊഴിൽ ശമ്പളമില്ലാതെയും ഡോക്ടർമാർ ജോലി ചെയ്യാൻ തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടാവും. ഡോക്ടർമാരുടെ ശമ്പളങ്ങൾ ക്രമാതീതമായിട്ടുള്ള രീതിയിൽ വെട്ടിക്കുറയ്ക്കപ്പെടും. തൊഴിൽ കിട്ടാൻ വേണ്ടി ഡോക്ടർമാർ ക്യൂ നിൽക്കും. കഴിഞ്ഞ PSC ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 3000-ലധികം ഡോക്ടർമാരുടെ വെയിറ്റിംഗ് ലിസ്റ്റാണ് ഉണ്ടായത്. ജോലി ലഭിച്ചത് 38 പേർക്ക്. ബാക്കിയുള്ള ഡോക്ടർമാരൊക്കെ എവിടെ? തൊഴിലില്ലായ്മ അതിരൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ. ഈ മേഖലയിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അല്ലാതെ വേറെ സംഘടനയും സർക്കാർ പോലെ ഒരാളും തയ്യാറാകില്ല എന്നുള്ളത് വ്യക്തമാണ്. IMA സമയത്തോളം തൊഴിലവസരം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. കഴിയുന്നിടത്തോളം തൊഴിലവസരം, സെൽഫ് എംപ്ലോയ്മെന്റ്, ഫെസിലിറ്റേഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. എംപ്ലോയ്മെന്റിന്, സെൽഫ് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കീമുകൾ, പ്രോജക്റ്റുകൾ, ഗ്രാന്റുകൾ, ഇത്തരത്തിലുള്ള ഗ്രാന്റുകൾ ലഭിക്കുന്ന നമ്മുടെ യുവജനങ്ങൾക്ക് അവരെ അത് ഫെസിലിറ്റേറ്റ് ചെയ്തുകൊണ്ട് സെൽഫ് എംപ്ലോയ്മെന്റ് ക്ലിനിക്കുകൾ അത് വിഭാവനം ചെയ്തിട്ടുണ്ട്. ഞാനത് കൂടുതലായിട്ട് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് വിഭാവനം ചെയ്തിരിക്കുന്നത് ഓരോ ജില്ലയിലും ഓരോ കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്, ക്ലസ്റ്റർ ഫോം ചെയ്തുകൊണ്ട് വിവിധ വിഭാഗത്തിൽപ്പെട്ട സ്പെഷ്യാലിറ്റികൾപ്പെട്ട ഡോക്ടർമാരെ കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് വിവിധങ്ങളായ ക്ലിനിക്കുകൾ, പോളിക്ലിനിക്കുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സെൻട്രലൈസ്ഡ് യൂണിറ്റുകളായി അത് ആവിഷ്കരിക്കുന്നതിനുള്ള പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിൽ പെടുന്ന കുറച്ച് ലോങ് ടേം സ്ട്രാറ്റജീസ് ആണ്. തുടക്കങ്ങൾ ആവശ്യമാണ്. കൂടുതൽ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വർഷം തന്നെ അതിന്റെ അടിസ്ഥാനപരമായ ശ്രമങ്ങൾ ഇടപെടും. നമ്മളുടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കണം: ആശുപത്രി ആക്രമണങ്ങളും നമ്മുടെ തൊഴിലില്ലായ്മകളും. അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരുപാട് എല്ലാ കാര്യങ്ങളും കിടക്കാൻ സമയമില്ലാത്തതിന്റെ 12 കാര്യം മാത്രം സ്പർശിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കണം. നമുക്കെല്ലാം പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നിലവിലുള്ള വ്യവസ്ഥയാണ്. നമ്മൾ സ്വാഗതം ചെയ്യുന്ന വ്യവസ്ഥ തന്നെയാണ്. കാരണം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ക്ലോസുകളുണ്ട്. അതോടൊപ്പം തന്നെ വ്യാജ ചികിത്സ നിരുത്സാഹപ്പെടുത്തുന്ന ക്ലോസുകളുണ്ട്. അതൊക്കെ സ്വാഗതം ചെയ്യുന്ന കാര്യമില്ല. പക്ഷെ ചെറിയ ആശുപത്രികളെ ബാധിക്കുന്ന തരത്തിൽ, വിപരീതമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ക്ലോസുകൾ ഉൾപ്പെടും. അത്തരം ക്ലോസുകൾ അമെൻഡ് ചെയ്ത് മാത്രമേ ഈ നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ പാടുള്ളൂ എന്നുള്ള വ്യക്തമായ നിലപാടുമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മന്ത്രിമാരെ കാണുന്നുണ്ട്, വേണ്ടപ്പെട്ട ആളുകളെ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള നൽകുന്നുണ്ട്. അതായത് ഇത് IMA ഇത്തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതുമായിട്ട് IMA സഹകരിക്കില്ല. IMAയുടെ നിസ്സഹകരണം തീർച്ചയായിട്ടും ഈ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള രീതിയിലും ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ചർച്ചകളിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരുത്താൻ പാടുള്ളൂ. വേണ്ടി വന്നാൽ നിയമ നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. നിയമ നടപടികൾ മുമ്പോട്ട് പോകും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുമ്പ് ഉണ്ടായിരുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു നിൽക്കുന്നതിന്റെ കാരണം ഇത് മെഡിക്കൽ സർവീസിനെ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയത്തിന് മാത്രമാണ്. കേസുകൾ വരുന്നുണ്ട്.
ആ കേസുകൾ ഇപ്പൊ നമ്മൾ നിർത്തിയിരിക്കുന്നത് ഇത് മെഡിക്കൽ സർവീസസ് വരുന്നില്ല. തീർച്ചയായിട്ടും ഇതുവരെയുള്ള രീതികൾ നോക്കിയാൽ നമ്മൾ പ്രയാസത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി സമീപിക്കാൻ വരികയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിൽ നിന്നൊക്കെ 10 മടങ്ങ് വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ പ്രയാസങ്ങളോടുകൂടി ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മളുടെ തലയിൽ നിന്ന് വീഴ്ത്തപ്പെടും. മിക്സോപ്പതി ഒരു മേജർ ഇഷ്യൂ ആണ്. നമുക്കെല്ലാം അറിയാം. പല മേഖലയിൽപ്പെട്ട പല രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഒരു പുതിയ സമ്പ്രദായം 2030 ഇന്ത്യയിൽ നിലവിൽ വരുത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. സങ്കര ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ മിക്സോപ്പതി നിലവിൽ വരുന്നതോടെ ആധുനിക വൈദ്യശാസ്ത്ര മേഖല ശുദ്ധമായ ശാസ്ത്രീയമായ ആരോഗ്യ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ത്യയിൽ നിന്ന് മാറ്റപ്പെടും. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചികിത്സാ രീതികൾ തിരഞ്ഞെടുക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കും. പലരും ആയുർവേദത്തെ സ്നേഹിക്കുന്നവരുണ്ട്, ആയുർവേദ ചികിത്സ ആവശ്യപ്പെടുന്നവർ. വിശുദ്ധമായുള്ള ആയുർവേദ ചികിത്സ ഇന്ത്യയിൽ ലഭ്യമാകില്ല. എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഇന്ത്യയിൽ ആവശ്യമില്ല. ഈ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥയെ ശക്തമായി തീർച്ചയായിട്ടും ഗവൺമെന്റ് ശക്തമാണ്. അവർക്ക് ചില പോളിസികളുണ്ട്, നയങ്ങളുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ശക്തമായ നിലപാടുകളുണ്ട് അവർക്ക്. ആ നിലപാടുകളായിട്ട് മുമ്പോട്ട് കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വ്യത്യസ്തമായ ശബ്ദം അത് ഉയർന്നു കേൾക്കത്തക്ക രീതിയിലുള്ള പരിപാടികളുമായിട്ട് തന്നെയാണ് മുമ്പോട്ട്. എല്ലാ തലങ്ങളിലും നമ്മൾ ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എവിടെയെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ള നയമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്ന് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷൻ എന്നുള്ള രീതി, എല്ലാ ഡോക്ടർമാരുടെ സഹകരണം, ശക്തമായ നിലപാടുകൾ ഇതിന് മുമ്പോട്ട് പോകുന്നതിന് ആവശ്യമായി. ആ ഉദ്ദേശം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ യാത്രയുമായിട്ട് ഞങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. 2 മാസം തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ യാത്ര മെയ് മാസം 15-ാം തീയതി മാത്രമേ പെരിന്തൽമണ്ണയിൽ അവസാനിക്കൂ. ഇതിനിടയിൽ ഞങ്ങൾ 108 ബ്രാഞ്ചുകൾ സന്ദർശിച്ച് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം സംഘടനയെ ശാക്തീകരിക്കാൻ, സംഘടനയ്ക്ക് കൂടുതൽ മെമ്പർഷിപ്പ് വേണം. ഇപ്പോൾ നമുക്കുള്ള 35,000-ത്തിലധികം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും അപര്യാപ്തമാണ്. 84,000-ത്തിലധികം ഡോക്ടർമാർ മെഡിക്കൽ കൗൺസിൽ, മെഡിക്കൽ കൗൺസിൽ, കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്യും. അപ്പൊ ഇതിന് സംഘടനയ്ക്ക് പ്രവർത്തിക്കുന്ന 40,000-ത്തിലധികം ഡോക്ടർമാർ എവിടെ? ഈ ഡോക്ടർമാരെ സംഘടനയിലേക്ക് കൊണ്ടുവരണം. അത് ഓരോ മെമ്പറിന്റെയും ചുമതലയാണ്, ഓരോ ബ്രാഞ്ചിന്റെയും ചുമതലയാണ്. ആ ബ്രാഞ്ചുകൾ, എല്ലാ മെമ്പർമാരും ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് IMA സമയത്തുള്ള വലിയൊരു പോരായ്മയാകും. നമ്മൾ മുമ്പോട്ടുള്ള തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യമായ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, കൂടുതൽ അംഗങ്ങളെ ഈ പ്രദേശത്ത്, കണ്ണൂർ പ്രദേശത്തിന് ചുറ്റുപാടുമുള്ള എല്ലാ അംഗങ്ങളെയും, മെമ്പർമാരില്ലാത്ത എല്ലാ അംഗങ്ങളെയും ഐഡന്റിഫൈ ചെയ്ത് അവരെ സംഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ഉത്തരവാദിത്വം കണ്ണൂർ ബ്രാഞ്ചിന്റെ അംഗങ്ങളെ ഏറ്റെടുക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എനിക്കിപ്പോൾ നൽകാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ 2ാമത്തെ ലക്ഷ്യം എല്ലാ ബ്രാഞ്ചുകളെയും ശാക്തീകരിക്കുക. എല്ലാ ബ്രാഞ്ചുകളിലും കൃത്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. എല്ലാ ബ്രാഞ്ചുകളിലും കൃത്യമായ CMA ഉണ്ടാകും. എല്ലാ ബ്രാഞ്ചുകളിലും വിമൻ ഡോക്ടേഴ്സ് വിംഗ് ഉണ്ടാകും. എല്ലാ ബ്രാഞ്ചുകളിലും അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ്, കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ടാകും. എല്ലാ ബ്രാഞ്ചുകളിലും നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന മാസിക, നമ്മുടെ സ്വന്തം മാസികയാണ്, ശാസ്ത്രീയ മാസിക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാസിക. അത് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സഹകരണങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള എല്ലാ തലത്തിലുമുള്ള ഒരു പ്രവർത്തന ശൈലി രൂപീകരിക്കുന്നതിനായിട്ട് എല്ലാ ബ്രാഞ്ചുകളിലും കൃത്യമായ മീറ്റിങ്ങുകൾ ഉണ്ടാകുകയും ആ മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാന സാഹിത്യ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ സംഘടന ശക്തീകരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ബ്രാഞ്ചുകളും, 108 ബ്രാഞ്ചുകളും ശക്തീകരിക്കപ്പെടണം. ഒപ്പം തന്നെ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാകണം. 3ാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കെല്ലാം അറിയാം. പല ഡോക്ടർമാരുടെ ഇടയിൽ പല സംശയങ്ങളുണ്ട്. സംഘടന മുമ്പോട്ട് പോകുന്നതിന് നമ്മൾ പ്രഖ്യാപിതമായ പോളിസികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. This organization will be a member-friendly organization. It will be a youth-oriented organization, and the activities will be organization-based. Member-friendly എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ അറിയേണ്ടതാണ്. നമ്മൾ തെറ്റിപ്പോകുന്ന വഴികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടതാണ്. സംഘടന കൃത്യമായ ദിശാബോധത്തോടുകൂടി അംഗങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് മെമ്പേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്. നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്, അതിന് അനുസരിച്ചുള്ള തിരുത്തലുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ
മൂന്നാമത്തെ ലക്ഷ്യം തീർച്ചയായിട്ടും ഇന്ററാക്ഷൻസ്, മെമ്പേഴ്സുകളുടെ interaction. ഈ 3 ലക്ഷ്യങ്ങളോടുകൂടിയാണ് യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയ്ക്ക് ഇത്ര ഗംഭീരമായ സ്വീകരണം നൽകിയ ഇതിലെ കണ്ണൂർ ബ്രാഞ്ചിനും ഒപ്പം തന്നെ ഇതിന്റെ എല്ലാ മെമ്പേഴ്സിനും ഭാരവാഹികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ യാത്രയിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. താങ്ക് യു. ജയ് IMA. ജയ്. Next is our secretary, Dr. Kannur. Dr. Suresh, President, Kannur Branch. Dr. Samuel Koshi, State President. Dr. Surendra Babu, Vice President, North Zone. Dr. Mohammed Ali, past State President, IMA KSB. I also recognize the presence of Dr. Sri Kumar Vasudev, past State President, and Dr. Babu KB, District Representative for Social Security Scheme. Senior leaders of Kannur, Dr. Bhatt, Dr. Jayendran, Dr. Narendran, Dr. Gangadharan, and ladies and gentlemen. I know we are running short of time and it's a race against time. I understand we got to wind up the meeting by 10, or we got to switch off the mics. So I think I'll be as brief as possible. The only objective of this Yathra by the state government, by the state president, is to strengthen the association. You know, the association, we doctors, the medical fraternity is faced with a myriad of problems. Day in and day out, we only encounter issues of violence, issues concerning the very existence of the medical profession of modern medicine, with mixopathy coming in. Then we have the Clinical Establishment Act, which is going to be a harbinger on most of the small clinics. Larger institutions, corporate hospitals can escape the issue because an NABH accredited hospitals, they don't face the problems of CEA. But then smaller hospitals, smaller clinics, they face the brunt of the CEA. And then we also have all the other issues that are facing us. So in all these situations, the only person who can stand by, you can trust and you can confide in, is the Indian Medical Association. Any day, any night, any doctor can just be assured and be confident that his or her association, that is the Indian Medical Association, will be his or her best friend. So it's very important that we strengthen the association. Because as you know, the strength of Indian Medical Association, Kerala State Branch as of today is 36,000. But we have 85,000 doctors registered with the Medical Council, which means there are 50,000 doctors outside the umbrella. And I would say 50,000 doctors who are unprotected. See, in the last 3 months when there were attacks, 3 doctors were not members of the Indian Medical Association. But still, the association which stands for doctors, no matter whether they are a member of the association or not, we went over and we provided them with all the support and all the moral boost they needed in times of trauma. And eventually they became a member of the association because we have the PPS scheme, which can only work for the members of the scheme. So this is how the association works. So dear members, there are a lot of speakers, and I'm having a close look at the watch as well. But I'm the next door guy, and I can always come into Kannur and address you on any issues. So I think I'll take lead now. But my request to you all is, we need to strengthen the association. Just keep in mind, I think at least 20% of the doctors here would be having their children doing their MBBS course, following their footsteps. But if you need to have a safe environment for them, you need to act today. If today you are comfortable, if today you feel protected while you exercise your profession with the strength of the Indian Medical Association, I have no doubt in saying that it's the hard work of renowned leaders like Dr. Mohammed Ali, who really toiled their way out maybe 2 decades, 3 decades back. It's their effort, it's their sweat, it's their blood that has ensured a safe environment for each one of us to practice medicine.
but the future is different. It's much more violent now, and it's going to get worse in the years to come. So we need to be selfless. We need to make a sacrifice for our children and for ourselves. So let's strengthen the association and let's add in more members. I'm happy that Dr. Rajmohan was telling me that Kannur has already enrolled 41 members. I think we need to give a big round of applause to Dr. Suresh and Dr. Rajmohan, because this is the largest number that we've got during the Yathra. He's got 29 ready, and there'll be more to follow. But dear friends, Kannur is a large branch, and your target is 200. Right? Your target is 200. So you're still at a quarter of the target that's been set for you. But I'm sure you can achieve, because like I said, there are 50,000 doctors outside the umbrella, outside the protective net of the Indian Medical Association. Let's go out, let's reveal to them, let's make them aware of what Indian Medical Association can do for them. And in the meantime, we are doing it for ourselves because we are strengthening the association. We are doing it for our children because we are ensuring that they have a safe environment to practice probably 10 years or 15 years from now. So best wishes. And I'm so happy to see, because I've come to Kannur so many times and very often I see elderly senior members here. But today I see a lot of young crowd, and that's what the association stands for this year. Our objective is to bring in the younger generation into the fold of the Indian Medical Association. And I'm happy Kannur is treading the right path, getting the young blood in it, because when there is young blood, there is more vigor, there is more energy, and the branch as such is going to be more dynamic. And I would also like to congratulate Kannur branch for the WDW that's going to be inaugurated soon, and the AMS chapters. I know Kannur has a lot of vibrant ladies, many of them who are very close to me. And I hope, like you have, when you have the ladies along with you, when you have the family coming together, the branch is going to be more lively, and wish the very best. Good luck. Thank you. Next is not for Michael. Kannur branch president, Dr. Suresh, state president, Dr. Samuel Koshi, secretary, Dr. Joseph Benavan, past state presidents, Dr. Hamad Ali sir, Dr. Sri Kumar Vasudevan, other senior leaders, and my professional colleagues in Kannur IMA. Now, we have seen so many cool and composed presidents. We have seen so many very determined presidents, but we have not seen such a cool and composed president with such a high degree of determination. That's what we see on the third day of Yathra Tarangam, which has created waves over North Malabar. 9th meeting, 9 branches, 9 meetings, 2 press conferences, 1 interview with the principal, inauguration of WDWs and AMS branches, units, different branches, and promises of JDN and MSN from Pariyara Medical College. So we have attained so many things in the last 3 days. So that shows how determination pays. And I congratulate my president who could press all of us to such a task. And all the meetings, I have to say, have been very successful. The response was very good, as I have just mentioned. I don't intend to say much because we don't have much time. I congratulate Kannur branch for having conducted such a very orderly meeting with a good attendance. Thank you so much. Jai IMA, Jai Hind. President Dr. Suresh, State President Dr. Samuel Koshi, dignitaries, the dear friends. We're very happy today to receive the state office bearers. We know the state leaders are taking a very Herculean task of visiting all the branches in the state, along with this Yathra, and they are sacrificing their work. About 2 months, they are doing these activities, that to strengthen the IMA. I offer all the felicitations
All the best wishes. Thank you very much. Next is Dr. Ladies. Respected President Dr. Suresh sir, State President, State Secretary, North Zone Vice President, Mohammed Ali sir, Srimar Vasudevan sir, Rajmohan, senior leaders, Narendran sir, and all senior leaders and all. First of all, I congratulate Suresh sir as well as Rajmohan for bringing up such a large crowd so late instead of being so late. So when I gave the slot to Rajmohan, I was telling him that I'll give you a slot, but I want a good attendance. Rajmohan, you have done excellently well, and I congratulate you for that. As a DC chairman, I'm so proud to say that whenever I wanted a meeting or any protest, anything in Kannur district, I just make a phone call to Rajmohan and Suresh sir, and would have I find that everything was done. But when I convey a message by 6 o'clock in the evening, we'll call up at 9 o'clock in the evening so that everything is ready. You can come tomorrow and the function will be perfectly done. So that's what the leadership should be, and an excellent way in which you have conducted it. And again, I also asked Rajmohan to do two more things that also he has done today. I asked him to inaugurate WDW as well as the AMS. So initially, I told him that Kannur district, Kannur branch is conducting the maximum CME meetings. Every week they have got a CME meeting. And this is a branch where I think by making AMS chapter, you can do wonders. So you can report all your CM meetings through the CM meeting through the AMS. And yes, I think today we are inaugurating the AMS chapter of Kannur district here. So I think and all the everything we have requested for from the DC chair and convener, the Kannur district has done it. All the reports are sent in time, and I congratulate the Kannur leadership for this. Thank you. Jai Hind, Jai Bharat. Convener. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് സർ, സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സാമർ കോശി, വേദിയിലും സഹസ്രിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, IMA കണ്ണൂരിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, IMA കണ്ണൂർ ഒരു കാലത്ത് ഞാൻ ഇവിടെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുത്ത ഒരാളാണ്. കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുമ്പോൾ പല പരിചിത മുഖങ്ങളും ഇവിടെയുണ്ട്, പലതരത്തിലും. ഇപ്പോ പരിയാരം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുണ്ട്, കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തവരുണ്ട്, ബാക്കി അല്ലാത്ത എല്ലാ കണ്ണൂർ IMA വർക്ക് ചെയ്യുന്നു. എല്ലാവരും എന്നെ പല കാര്യങ്ങളിൽ സഹായിച്ചവരും ഈ IMA ഹാളിൽ ഇരിക്കുമ്പോൾ എനിക്ക് മധുരമായ പല ഓർമ്മകളും വരികയാണ്. I thank all of you for this. ഈ പ്രസിഡന്റിന്റെ യാത്ര തരംഗം ഓരോ ദിവസവും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഉത്തരോത്തരം ഭംഗിയായി നടക്കുന്നുണ്ട്. പ്രസിഡന്റിന്റെ ഈ 108 ബ്രാഞ്ചിലും സന്ദർശിക്കുന്നുള്ള ഈ ധീരമായ ഈ തീരുമാനം IMA ഒരു ഊർജിതപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയമില്ല. അതേപോലെ നമ്മുടെ സെക്രട്ടറി പല ബ്രാഞ്ചിലും തീപ്പൊരി പ്രസംഗങ്ങൾ നടക്കുന്നത് ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഏതായാലും കാസർഗോഡ് കഴിഞ്ഞു, കണ്ണൂർ ജില്ലയിലെ സെക്കൻഡ് ഡേ ഇന്നലെ 4 മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഇന്ന് 3ാമത്തെ മീറ്റിംഗ് ആണ് ഇത്. അപ്പൊ പിന്നെ പ്രസ് റിലീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു നല്ല തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നു. ഡിസ്ട്രിക്ട് കൺവീനർ എന്ന നിലയിൽ കണ്ണൂർ IMA ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും എല്ലാ പിന്തുണയ്ക്കും ഒന്നുകൂടി നിങ്ങളെ എല്ലാവരെയും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
I invite the secretary to speak a few words about the membership campaign. Respected IMA state leaders and dear IMA members of Kannur. ഒക്ടോബറിലാണ് ഞങ്ങളുടെ പുതിയ ടീം ചാർജ് എടുത്തത്. ഒക്ടോബറിൽ ഒക്ടോബറിൽ ഞങ്ങളുടെ പുതിയ ടീം ചാർജ് എടുത്തതിന് ശേഷം തുടക്കത്തിലുള്ള ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പീരീഡിൽ 32 പുതിയ മെമ്പർമാരെയാണ് IMA എൻറോൾ ചെയ്തത്. അതിനുശേഷം ഇപ്പോഴത്തെ രണ്ടാമത്തെ ക്യാമ്പയിനിൽ ഇതുവരെയായിട്ട് 41 മെമ്പർമാരുടെ റിക്വസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 29 മെമ്പർമാരുടെ ഫോം ആൻഡ് HLC ചെക്ക് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അത് സുരേഷ് സാർ സ്റ്റേറ്റ് പ്രസിഡന്റ് ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. രാജ്മോഹൻ സെക്രട്ടറി. സർ 543 മെമ്പർമാരാണ്. അല്ല, ആദ്യം തുടക്കത്തിൽ 543 ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോൾ 72 മെമ്പർമാർ കൂടി ആയതിനു ശേഷം ഞങ്ങളുടെ മെമ്പർഷിപ്പ് സ്ട്രെങ്ത് 600 കടന്നിരിക്കുകയാണ്. സാർ ഈ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഭാഗമായിട്ട് ന്യൂലി ജോയിൻ മെമ്പേഴ്സിന് ഒരു ലക്കി ഡ്രോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലാണ് സ്പോൺസർ ചെയ്തത്. അതില് ഫസ്റ്റ് പ്രൈസ് 5000 rupees ആണ്. അത് ലക്കി ഡ്രോ ചെയ്യാൻ എടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് പ്രസിഡന്റ് സാറെ Dr. Pratisha. Prisha. Dr. Prisha. സെക്കൻഡ് പ്രൈസ് 3000 rupees ആണ്. അത് സ്റ്റേറ്റ് സെക്രട്ടറി എടുക്കുന്നു. Dr. Milan. തേർഡ് പ്രൈസ് 2000 rupees ആണ്. അത് സുരേന്ദ്രബാബു സാറിന് ക്ഷണിക്കുന്നു. Dr. Vishakha Sukesh. Dr. Vishakha Sukesh. Next, junior most member who joined IMA Kannur, Rahul Rajendra. Senior most member who joined Kannur IMA, Dr. Akbar. Next is WW branch inauguration.
President Dr. Suresh, senior colleagues, dear friends. I'm happy that Kannur branch also is going to have a women doctor's meeting. As far as women doctor's meeting is concerned, we all know that WDW has got a big role in strengthening IMA. National IMA has envisaged this women doctors being an idea to strengthen women at the same time strengthen IMA also. So once we're having a women doctors being in any branch, we'll be having a family atmosphere. We'll be having the involvement of children in, the family, in IMA activities. So it's going to be a family atmosphere from now on in Kannur IMA. So I'm glad that women doctors being is being inaugurated in this branch. These few words we declare that women doctors being is inaugurated in Kannur branch. Thank you. The president for women doctors being is Dr. Meena Jairam. Vice President Dr. Shahida. Secretary, why don't you come to the stage? Let everybody see you. Secretary is Dr. Beena. Joint Secretary Dr. Kirti. So the president is there. So congratulations and best wishes. So next is inauguration of IMA. So we all know IMA is having. So. 2000. Yes. That is Vima. Vima was the order name for women doctors. Yes. So now we'll have the inauguration of AMS chapter. As we all know, IMA is having 2 academic wings. One is Academy of Medical Specialties and another one is College of General Practitioners. These wings that we invite the medical knowledge to each and every member of IMA through the branches. So we wish every branch to have a chapter of AMS as well as CG. So today, Kannur branch is going to have one chapter for AMS with the president, Dr. Balakrishna Poduwal. Balakrishna Poduwal, please to come to the stage. And Secretary Dr. Mohammed Mustafa. Dr. Mohammed Mushtaq. And I declare that AMS chapter of Kannur branch is inaugurated. May I like to thank the services of Dr. Speaker. He was with us right from the morning, and even now he's playing a major role. Thanks. Respected state IMA leaders and your IMA members of Kannur. First of all, let me thank our state president, Dr. Samuel Koshi sir, and state secretary, Dr. Balwant sir, for their valuable words and support to Kannur IMA. Also, we are grateful to our Dr. Surendra Babu sir, Dr. Lalit, Dr. Madhavan sir, for their encouragement support to Kannur IMA. We thanks to our senior leaders, Dr. Muhammad Ali, Dr. P.K. Gangaran sir, Dr. Narendra sir, Dr. Poduwal sir, and Dr. Bhatt sir for their guidance to IMA activities. Our special gratitude to dear Kannur IMA members. Their presence and participation made this event a memorable success. Also, I thank the musical team from Vadagara for their outstanding performance today. They are going to perform again after this meeting. Also, we thank our sound system operators, Mohan, and our office staff, Dr. Sanal and Suresh, for their support for this event. Thank you. Please stand for national anthem and we close the meeting after dinner.
Meeting is closed for dinner. Gracias.